150 പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു 19കാരൻ. ഇന്ത്യ ഞെട്ടിയുണർന്നത് ഈ വാർത്തയിലേക്കായിരുന്നു. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നടന്ന ഈ വാർത്ത ലോകമറിയുമ്പോൾ വെറും 8 പെൺകുട്ടികളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഈ കേസ് വളർന്നത് 150 പേരിലേക്കാണ്. പിന്നീട് എന്ത് നടന്നു? ആദ്യഘട്ടം സൗഹൃദം, പിന്നീട് പ്രണയം, അതിനുശേഷം വിശ്വാസം. ഇതെല്ലാം നേടിയ ശേഷം സ്വകാര്യ നിമിഷങ്ങൾ വീഡിയോ ആയി പകർത്തൽ, അവയെ ആയുധമാക്കി ബ്ലാക്ക്മെയിൽ, ഇത് പുറത്തുവിടുമെന്ന ഭീഷണി, അങ്ങനെ ഇരകളെ നിയന്ത്രണത്തിലാക്കൽ, അവരെ മുംബൈ, പൂനെ പോലുള്ള നഗരങ്ങളിലേക്ക് കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 360-ലേറെ അശ്ലീല വീഡിയോകൾ ടെലഗ്രാം, വാട്സപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളുടെ വിൽപ്പന നടത്തുകയും വലിയ റാക്കറ്റുകൾക്ക് മറിച്ചു വിൽക്കുകയുമായിരുന്നു ഈ 19കാരൻ. പിന്നീട് അങ്ങോട്ട് ഇന്ത്യ അറിഞ്ഞത് ഞെട്ടിക്കുന്ന പല വാർത്തകളുമായിരുന്നു. സെക്സ് റാക്കറ്റിന് വേണ്ടി ഇത്തരം വീഡിയോകൾ മറച്ചു വിൽക്കുക മാത്രമല്ല, ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതായിരുന്നു. 18 താഴെ മാത്രം പ്രായം വരുന്ന വിദ്യാർത്ഥികളെയാണ് ഈ 19കാരൻ ലക്ഷ്യം വഹിക്കുന്നത്. വാട്സപ്പ്, സ്നാപ്ചാറ്റ് ഇവ സാധാരണ ചാറ്റ് പ്ലാറ്റ്ഫോമുകൾ മാത്രമായിരുന്നില്ല. ഇവയാണ് റിക്രൂട്ട്മെന്റ് ടൂൾസ്. സൈബർ സെൽ ഇപ്പോൾ ഡാറ്റ മുഴുവൻ പരിശോധിക്കുകയാണ്. ഡിലീറ്റ് ചെയ്ത ഫയലുകൾ പോലും തിരിച്ചെടുക്കാനുള്ള ശ്രമം തുടരുന്നു. ഈ കേസിൽ മറ്റൊരു നിർണായക അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉജീർ ഖാൻ ഇക്ബാൽ ഖാൻ എന്ന വ്യക്തി വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇദ്ദേഹം അറസ്റ്റിലാക്കുന്നത്. ഇതൊരു വലിയ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണോ, ഉള്ളടക്കം, നിർമ്മാണം, പ്രചരിപ്പിക്കലും വേർതിരിച്ചുള്ള സംഘമാണോ എന്നതിന് ഇപ്പോഴും തെളിവുകളില്ല. ഇതെല്ലാം നേടിയെടുത്തതിനു ശേഷം ഇവരുടെ സ്വകാര്യ വീഡിയോകൾ പകർത്തി ബ്ലാക്ക്മെയിൽ. ഇതിലൂടെയായിരുന്നു ഈ 19കാരൻ ഈ പ്രവൃത്തിയിലേക്ക് കടന്നിരുന്നത്. അയാൻ തൻവീർ അഹമ്മദ് എന്ന ഈ 19കാരൻ ഒറ്റയ്ക്കായിരുന്നില്ല, തൻ്റെ സുഹൃത്തിനെയും ഇതിന് കൂടെ കൂട്ടിയിരുന്നു. ഇവരുൾപ്പെടാതെ അനേകം പേർ ഇനിയും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണം നടത്തുന്ന പോലീസുകാർ പറയുന്നത്. യുവാവിൻ്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കണ്ടെടുത്ത ശേഷം ഇതിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് സൈബർ സെൽ അടക്കമുള്ള പോലീസുകാർ. ഇപ്പോൾ തിരിച്ചറിഞ്ഞത് വെറും 8 ഇരകൾ മാത്രം. പക്ഷേ കണക്കുകൾ അതിലുപരി പറയുന്നുണ്ട്. ഭയം, ഭീഷണി, സാമൂഹിക സമ്മർദ്ദം ഇവ കാരണം ഇനിയും പലരും മുന്നോട്ട് വന്നിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. പോലീസ് പ്രത്യേക സഹായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയമാണ് ഇന്നും പെൺകുട്ടികളെ പിന്നോട്ട് വലിക്കുന്നത്. ഇതൊരു കേസ് മാത്രമല്ല, വിശ്വാസത്തെ എങ്ങനെ ഡിജിറ്റൽ യുഗം ഒരു ആയുധമാക്കി എടുക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഇന്ത്യയിലുടനീളം ഇത്തരം അനേകായിരം ടെലഗ്രാം ചാനലുകളുണ്ട്. അവർക്ക് ആവശ്യമുള്ളത് അവിടെ എത്തിച്ചു നൽകാൻ ഇന്നും നാട്ടിൽ പലരുമുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത്.